പ്രവാസലോകത്തെ വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടി. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ. ഇസ്രായേലിൽ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ ഇറാൻ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഇറാൻ തൊടുത്തുവിട്ട 2 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രതിരോധ സംവിധാനം തടഞ്ഞെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നോർത്തേൺ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങുകയാണ്. ജനങ്ങൾക്ക് ഷെൽട്ടറുകളിൽ തുടരാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു. കനത്ത തിരിച്ചടി നൽകാനും ടെഹ്റാന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ആക്രമണം അഴിച്ചുവിടാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് ഉത്തരവിട്ടു. ചൊവ്വാഴ്ച രാവിലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തൽ അറിയിച്ചത്. ഖത്തറിന്റെ സഹായത്തോടെയാണ് അമേരിക്ക വെടിനിർത്തൽ നടപ്പിലാക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ അംഗീകരിക്കുന്നതായി അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്നും ഇറാൻ മാധ്യമങ്ങളല്ലാതെ നേതാക്കൾ ആരും വെടിനിർത്തലിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് രാജ്യങ്ങൾ ആകാശപാതകൾ തുറന്നതോടെ വ്യോമഗതാഗതം സാധാരണ നിലയിലായി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ അടച്ച ഖത്തർ വ്യോമയാന അതിർത്തി വീണ്ടും തുറന്നു. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമഗതാഗതം പുനരാരംഭിച്ചു. കുവൈറ്റിലെയും ബഹ്റിനിലെയും വ്യോമപാതയും തുറന്നു. ദുബായ് വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങളും പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ഖത്തർ വ്യോമപാത തുറന്നതിന് പിന്നാലെ തിരുവനന്തപുരത്തു നിന്നുള്ള ചില സർവീസുകൾ പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് വിമാനം, തിരുവനന്തപുരം അബുദാബി ഇത്തിഹാദ്, തിരുവനന്തപുരം ഷാർജ എയർ അറേബ്യ എന്നിവയും ചൊവ്വാഴ്ച രാവിലെ പുറപ്പെട്ടു. സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഗൾഫ് രാജ്യങ്ങൾ വ്യോമപാതകൾ തുറന്നത്. പ്രാദേശിക അന്തർദേശീയ വിദഗ്ധരുമായി സഹകരിച്ച് പ്രത്യേക സംഘങ്ങൾ നടത്തിയ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചതിന് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസകരമായി മാറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയുടെ നിയന്ത്രിത കുടിയേറ്റ നയങ്ങൾ കാരണം ടെക് പ്രതിഭകൾ രാജ്യത്തെത്തുന്നത് കുറയുന്നു. ആഗോളതലത്തിൽ മുൻതൂക്കം നിലനിർത്താൻ ഇന്ത്യൻ ടെക്കികൾ അനിവാര്യമെന്നും US ടെക് കമ്പനികൾ. H-1B വിസ നിയമങ്ങൾ കാലഹരണപ്പെട്ടതിനാൽ ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മേധാവിത്വം ഭീഷണിയിലാണെന്ന് US ടെക്നോളജി സ്ഥാപനങ്ങൾ പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിലെ നവീകരണത്തെ ഇത് മന്ദഗതിയിലാക്കുന്നു. 500-ലധികം മുതിർന്ന ടെക് നേതാക്കൾ നടത്തിയ സർവേയിൽ US ഇമിഗ്രേഷൻ നയത്തിന്റെ അവസ്ഥയെക്കുറിച്ചും സാങ്കേതിക മേഖലയിലുണ്ടാകുന്ന ദീർഘകാല സ്വാധീനത്തെക്കുറിച്ചും ആഴത്തിലുള്ള ആശങ്ക കാണിക്കുന്നു. അന്താരാഷ്ട്ര ജീവനക്കാരെ നിയമിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉയർന്ന സർക്കാർ വിസ ഫീസുകളാണ് ഏറ്റവും വലിയ തടസ്സം. തുടർന്ന് കാലതാമസവും നിയമച്ചെലവുകളും വർദ്ധിക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ പ്രാരംഭ H-1B രജിസ്ട്രേഷൻ ചെലവ് $10 നിന്ന് $215 ഉയർന്നു. ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള സ്വകാര്യ വിദ്യാഭ്യാസത്തിന് 6% നികുതി ഈടാക്കുമെന്ന് മലേഷ്യ. ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. പുതിയ നികുതി സ്വകാര്യ പ്രീ സ്കൂളുകൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ, മലേഷ്യൻ ഇതര വിദ്യാർത്ഥികൾക്ക് സേവനം നൽകുന്ന ഭാഷാ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് ബാധകമാണ്. മലേഷ്യയുടെ പുതുക്കിയ വിൽപ്പന സേവന നികുതി നിയമങ്ങളുടെ ഭാഗമാണ് ഈ നികുതി. പ്രതിവർഷം ട്യൂഷൻ ഫീസ് 60,000 മലേഷ്യൻ റിംഗിറ്റിൽ കൂടുതൽ ഈടാക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ നികുതി വ്യവസ്ഥയിൽ രജിസ്റ്റർ ചെയ്യണം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഭാഷാ കേന്ദ്രങ്ങളും വിറ്റുവരവ് പരിഗണിക്കാതെ രജിസ്റ്റർ ചെയ്യണം. മലേഷ്യൻ വിദ്യാർത്ഥികളെ ഒഴിവാക്കും. മലേഷ്യക്കാരിൽ ഭൂരിഭാഗത്തിനും അനാവശ്യ ഭാരമരുത്താതെ വരുമാനം വർദ്ധിപ്പിച്ച് നികുതി അടിത്തറ വിശാലമാക്കി രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ധനകാര്യ മന്ത്രാലയം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ചു. 2025 മലേഷ്യയുടെ വിദ്യാഭ്യാസ വികസന പദ്ധതി പ്രകാരം 2,50,000 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാണ് ലക്ഷ്യം. പുതിയ നികുതി ഈ ലക്ഷ്യത്തെ ബാധിച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷം UK-യിൽ സമ്പന്നരായ താമസക്കാരുടെ എണ്ണം റെക്കോർഡ് തോതിൽ കുറയുമെന്ന് റിപ്പോർട്ട്. നികുതി, വിസ നയങ്ങളിലെ മാറ്റമാണ് തിരിച്ചടിയായത്. ഈ വർഷം 16,500 കോടീശ്വരന്മാർ രാജ്യം വിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെൻലി പ്രൈവറ്റ് വെൽത്ത് മൈഗ്രേഷൻ റിപ്പോർട്ട് അനുസരിച്ച് നികുതി, വിസ നയങ്ങളിലെ സമീപകാല മാറ്റങ്ങളുമായി കുടിയേറ്റം ബന്ധപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഈ പിരിഞ്ഞുപോകുന്ന വ്യക്തികളുടെ കൈവശം മൊത്തത്തിൽ 66 ബില്യൺ പൗണ്ട് നിക്ഷേപിക്കാവുന്ന ആസ്തികളാണുള്ളത്. ഏപ്രിൽ ദീർഘമായി നിലനിന്നിരുന്ന നോൺ ഡൊമിസൈൽ നികുതി വ്യവസ്ഥ നിർത്തലാക്കണമെന്നും കർശനമായ താമസ അധിഷ്ഠിത നികുതി സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള UK സർക്കാരിന്റെ ഈ തീരുമാനത്തെ തുടർന്നാണ് ഈ മാറ്റം. 2022 ടയർ 1 നിക്ഷേപക വിസ നിർത്തലാക്കലും 2024 നോൺ ഡോം നികുതി നിയമങ്ങളുടെ പരിഷ്കരണവും സമ്പന്നരുടെ കൊഴിഞ്ഞുപോക്കിന് ഇടയാക്കി. ലേബർ പാർട്ടി പാരമ്പര്യ നികുതിയിൽ നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളെ തുടർന്നുണ്ടായ ഈ മാറ്റങ്ങൾ എക്സിറ്റ് ത്വരിതപ്പെടുത്തി. 2025 ചൈനയെക്കാളും റഷ്യയെക്കാളും ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളെ UK നഷ്ടപ്പെടുത്തുമെന്ന് മൈഗ്രേഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.